السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും ആയിത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ വിധിയെഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുകളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തുള്ളുമെന്ന അത്ഭുതകരമായ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ കാരണമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെയും പോലും സൃഷ്ടിപ്പിന് കാരണം ആ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, തിരുദൂതരെ അങ്ങില്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. അവസാന ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ ആ മുത്ത് റസൂലിനെ അതിരച്ച് സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മഹിസറവൻസഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദനബി മുതൽ സർവ്വനബിമാരുടെയും സന്നിധിയിൽ ചെന്ന് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകനെത്തുന്നത് ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. സഹോദരങ്ങളെ, അറേബ്യയുടെ മണൽപ്പരപ്പിൽ കത്തുന്ന സൂര്യന് മുന്നിൽ ഖുറൈശികളുടെ ഭീഷണികൾക്ക് മധ്യേ അല്ലാഹുവിന് സർവ്വം സമർപ്പിച്ച തിരുനബിയോളം സ്നേഹിക്കാൻ ആരാണ് ഈ ലോകത്തുള്ളത്? തിരുനബിയോട് സഹാബികൾക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു. തിരുനബി എന്ന് പറഞ്ഞാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അൻസാരികളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് തിരുദൂതരെ, അങ്ങ് ആർത്തലിയുന്ന കടലിലേക്കാണ് ഞങ്ങളോട് ചാടാൻ ആജ്ഞാപിക്കുന്നത് എങ്കിൽ പോലും അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു. അത്രമേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരായിരുന്നു. പ്രിയമുള്ളവരെ, സ്വഹാബാക്കൾ, ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്ന സമയത്ത് സ്വഹാബാക്കൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വികാരത്തിനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. തിരുനബിയെ കാണാൻ കഴിയില്ലെങ്കിൽ ഈ കണ്ണെനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് കുത്തിപ്പൊട്ടിച്ചു. ചിലർ കരഞ്ഞ് കണ്ണുനീർ പകരം ചോരയായി വന്നു. അത്രമേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അത്രയുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.